ഒരു സംശയമാണ്. ഈ രണ്ടാമത്തെ പ്രസവത്തില്, ഒന്നാമത്തെ പ്രസവത്തിലോ രണ്ടാമത്തെ പ്രസവത്തിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രസവത്തിലോ എവിടാന്നാണ് ഈ കത്രിക കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ആണ് ഇപ്പോ ഇത് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് അതിലെന്ത് ഉത്തരം പറയും? ചിത്ര ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ന്യായം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എല്ലാ പ്രസവത്തിലും നമ്മള് സ്കാനിങ് ഒക്കെ ചെയ്യുമല്ലോ, അപ്പൊ അത് കണ്ടുപിടിക്കേണ്ടതാണ്. മൂന്നാമത്തെ നേരത്തെ വെച്ചിട്ടില്ല എന്നുള്ളത് അതിൽ കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ 2 സിസേറിയന് ശേഷം അത് അപ്പൊ മൂന്നാമത്തെ സ്കാനിങ് ചെയ്തില്ലേ? മൂന്നാമത്തെ സ്കാൻ സാധാ സ്കാനിങ് അല്ല, മാഗ്നറ്റിക് റെസോണൻസ് MRI സ്കാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടുപിടിക്കും. തലക്കാണ്, പക്ഷെ ശരീരത്തിൽ എവിടെ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കണ്ടുപിടിക്കും. അത് വയറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കത്രിക കാണേണ്ടതാണ്. അതിന്റെ നേരത്തെ നമുക്ക് MRI സ്കാനിങ് മെഷീൻ പ്രൊവൈഡ് ചെയ്ത കമ്പനി പോലും ഉറപ്പ് പറയുന്നു ശരീരത്തിൽ എവിടെ ഏതൊരു ലോഹം ഉണ്ടെങ്കിലും, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലോഹാണല്ലോ, ലോഹം മാഗ്നറ്റിക്. MRI അങ്ങനെ അറിഞ്ഞിരുന്ന MRIക്ക് അതിന് ഇച്ചിരി കോൺട്രാൻഡിക്കേഷൻ ഉണ്ട് ഈ ലോഹത്തിന്റെ ഒക്കെ. അത് കണ്ടുപിടിക്കും. ഞാൻ പിന്നെ ഡോക്ടർ സാറ് പറഞ്ഞില്ലേ ഡോക്ടറിനെ മാത്രം, ഡോക്ടറാണ് അത് വെച്ചതെന്നുള്ളത്. പക്ഷെ ഡോക്ടറിന്റെ എല്ലാം ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഞാനൊരു എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിനെ ഞാൻ കുറ്റം പറയുന്നില്ല. എന്ന് വെച്ചാൽ കൗണ്ടിങ് ചെയ്യേണ്ട, നമ്മളെപ്പോഴും കൗണ്ട് ചോദിക്കും, കൗണ്ട് കറക്റ്റ് ആണോ എന്ന്. കറക്റ്റ് ആണെങ്കിലേ നമ്മൾ വയറ് ക്ലോസ് ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ അവരെ കുറ്റം പറയല്ല. ഈവൻ ഞാൻ ഉൾപ്പെടെ, ഇപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ പോലും ഞാൻ ഉൾപ്പെടെ കൗണ്ട് നോക്കിയിട്ട് 2 ഡോക്ടേഴ്സിനെ 2 സ്റ്റാഫ് നഴ്സിനെ കുറ്റക്കാരായി പോലീസ് നെഗ്ലിജൻസ് ആണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് പറയണം. അതിലൊരു ക്ലാരിറ്റിയും കൂടെ വരുത്തണം. MRI സ്കാനിങ്ങിന് ശേഷം അതിന് മുമ്പും വയറ്റിലുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞാനും. നിങ്ങളുടെ ലയബിലിറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞോണ്ടിരിക്കുകയാണ് 2017-ലോ 2012-ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റിലും സെക്കൻഡിലും നടന്ന ഓപ്പറേഷനിലാണ് ഈ കത്രിക ഉള്ളതെങ്കിൽ മൂന്നാമത്തെ സിസേറിയനില് ആ ഒരു കത്രിക കണ്ടെത്താൻ പറ്റില്ല. അല്ല, സംശയങ്ങളാണ്. അല്ല, ഇവിടെ എല്ലാവർക്കും സംശയം തീർക്കേണ്ടതാണ്. ഒരുപാട് ആളുകൾ. അതുകൊണ്ട് ഡോക്ടർക്ക് ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഡോക്ടർ ചോദിക്കുന്നത് അതാണ്. അപ്പൊ മൂന്നാമത്തെ സിസേറിയനിൽ ഈ കത്രിക ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ലേ? പെർസെന്റേജ് പറഞ്ഞതല്ല, പക്ഷെ ഞാൻ പറഞ്ഞ അതിപ്പോഴും നമുക്ക് 100% ആക്കാൻ പറ്റിയിട്ടില്ലെന്നാ. പക്ഷെ അത് നമ്മുടെ ലയബിലിറ്റി, ഡോക്ടേഴ്സിന്റെ ലയബിലിറ്റി തന്നെയാണ്. നിങ്ങളോട് പറയുകയും വേണം. നിങ്ങൾക്ക് എന്താ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അത് ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്നാണ് വർക്ക് ചെയ്ത് അവരുടെ ലയബിലിറ്റിയിൽ അത് വരികയും ചെയ്യും. അതില് സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പെർസെന്റേജ് അല്ല പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.